ആൻഡ് ഇന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് ഉണ്ട് 6 o'clock അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് ന്യൂസ്. സോ ആ ന്യൂസിന് ശേഷമായിരിക്കും മാർക്കറ്റ് എക്സാക്ട്ലി ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുക. സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് നമുക്ക് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എവിടെ നിന്ന് ഒരു ബൈ നോക്കാം. സോ ഈ കാണുന്ന 4076 എന്ന് പറഞ്ഞ ഏരിയ നല്ലൊരു ഏരിയ ആണ്. സോ ഇവിടെ പ്രൈസ് വന്നതിന് ശേഷം ഒരു എക്സാക്ട്ലി ഒരു ബൈ സെറ്റപ്പ് നമുക്ക് ഫോം ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ബൈ ക്യാച്ച് ചെയ്യാവുന്നതാണ്. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെന്റർ. സോ നമുക്കിന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഗോൾഡിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോവാം. സോ ലാസ്റ്റ് ഡേയ്സ് നമ്മൾ ഒരു യൂട്യൂബ് ലൈവ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ എക്സാക്ട്ലി ഒരു ന്യൂയോർക്ക് സെഷനിലാണ് ലൈവ് പോയത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ ട്രേഡ് ഒരു സെൽ എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നത്. എക്സാക്ട്ലി ഈ കാണുന്ന ഒരു ലണ്ടൻ്റെ ലോ വരെയായിരുന്നു നമ്മൾ ടാർഗറ്റ് ചെയ്തത്. സോ ആ ടാർഗറ്റ് ഹിറ്റ് ആയതിനു ശേഷം പ്രൈസ് മുകളിലേക്ക് പോയി. ഇവിടെ ഒരു 4 hourന്റെ സപ്ലൈ ഉണ്ടായിരുന്നു. ആ സപ്ലൈയിൽ നിന്നാണ് റിയാക്ട് ചെയ്ത് പ്രൈസ് താഴത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് ഉണ്ട് 6 o'clock അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് ആണ് ന്യൂസ്. സോ ആ ന്യൂസിന് ശേഷമായിരിക്കും മാർക്കറ്റ് എക്സാക്ട്ലി ഒരു പൊസിഷനിലേക്ക് മൂവ് ചെയ്യുക. സോ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് നമുക്ക് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി എവിടെ നിന്നൊരു ബൈ നോക്കാം. സോ ഈ കാണുന്ന 4076 എന്ന് പറഞ്ഞ ഏരിയ നല്ലൊരു ഏരിയ ആണ്. സോ ഇവിടെ പ്രൈസ് വന്നതിന് ശേഷം ഒരു എക്സാക്ട്ലി ഒരു ബൈ സെറ്റപ്പ് നമുക്ക് ഫോം ആവുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ ബൈ ക്യാച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ടാർഗറ്റ് ഈ കാണുന്ന 4203 എന്ന് പറഞ്ഞ ലെവൽ വരെ ടാർഗറ്റ് എയിം ചെയ്യാവുന്നതാണ്. സോ മൈറ്റ് ബി ആ ഒരു ടാർഗറ്റ് ഹിറ്റ് ആവാൻ ചിലപ്പോൾ 2 days എടുക്കാം, ചിലപ്പോൾ ഇന്ന് തന്നെ ഹിറ്റ് ആവും. അത് മാർക്കറ്റിന്റെ വോളി അനുസരിച്ചിട്ടായിരിക്കും ആ ടാർഗറ്റ് ഹിറ്റ് ആവുക. എപ്പോഴും അതിൻ്റെ ഇടയിലുള്ള ഓരോ സപ്ലൈ സോണിലോ അല്ലെങ്കിൽ ഓരോ ലിക്വിഡിറ്റി ഏരിയാസിലോ ഒരു പാർഷ്യൽസ് ബുക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു എൻറ്റയർ ഏരിയ ഒരു ഡെയിലി ക്യാൻഡിലിൽ തന്നെ ഹൈ പ്രോബിൾ ആയിട്ടുള്ള ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. സോ പ്രൈസ് ഇനി ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും മൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ പോസിബിലിറ്റി. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്നതിന് ശേഷം ഉള്ളൊരു ബൈ സെറ്റപ്പ് മാത്രം നോക്കാം. ആൻഡ് സെല്ലിലേക്കുള്ളൊരു വ്യൂ ഇപ്പോൾ കറന്റ് നമുക്കില്ല. ഒരു ബുള്ളിഷ് വ്യൂ തന്നെയാണ്. ഇന്നലത്തെ ഡേ ക്യാൻഡിൽ ലോ എടുത്തതിന് ശേഷം ഒരു ബൈ തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ നോക്കുന്നതും. ആൻഡ് ടാർഗറ്റ് ഈ കാണുന്ന 4202 ലെവൽ തന്നെയാണ്. ആൻഡ് നമുക്കിനി യൂറോ യൂഎസ്ഡി നോക്കാം. ഈ യൂറോ യൂഎസ്ഡി ഞാൻ നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബൈ പോകണമെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയുടെ ഹൈ ഒക്കെ ലിക്വിഡേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്ന്. സോ ആ ഒരു ഇതുപോലെ തന്നെ ഇന്ന് വന്നിട്ട് പ്രീവിയസ് ഡേയുടെ ഹൈ ഇപ്പോൾ ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തതിന് ശേഷം ഒരു ഡൗൺ സൈഡിലേക്കുള്ള മൊമെന്റം നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റിയുടെ ഒരു ലിക്വിഡിറ്റി കളക്ഷൻ നടന്നുകൊണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് പോകാനായിട്ടുള്ള ഒരു ചാൻസസും ഭയങ്കര കുറവാണ്. ആൻഡ് ഈ കാണുന്ന ലോയിലേക്ക് പ്രൈസ് എത്താനുള്ള ഹയസ്റ്റ് പ്രോബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. സോ ഇപ്പോൾ യൂറോ യൂഎസ്ഡി ട്രേഡ് എടുക്കുമ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയിലേക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സെൽ സെറ്റപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു സെല്ല് പ്ലാൻ ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ കാണുന്ന ഒരു ലണ്ടൻ്റെ ഹൈ എടുത്തതിന് ശേഷമാണ് ഒരു സെല്ല് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് യൂറോ യൂഎസ്ഡിയിൽ സെല്ല് തന്നെ നോക്കാം. ആൻഡ് ലോങ് ടൈമിലേക്ക് നമുക്ക് നോക്കുന്ന ടാർഗറ്റ് 1.12947 ആ ലെവലിലാണ് യൂറോ യൂഎസ്ഡിയുടെ ഫുൾ ആയിട്ടുള്ള ടാർഗറ്റ് വരുന്നത്. ആൻഡ് പ്രൈസ് ഒരു കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ ടാർഗറ്റിലേക്ക് എത്താൻ മൈറ്റ് ബി കുറേ സമയം എടുക്കും. അതുകൊണ്ട് ഒരു ഡേ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒരു ഡെയിലി കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്ത് അത് എക്സിറ്റ് ചെയ്ത് മാറുക. ആൻഡ് പിറ്റേ ദിവസം വേറൊരു ഓപ്പർച്യൂണിറ്റിക്ക് കയറുന്നതായിരിക്കും നല്ലത്. കാരണം പ്രൈസ് നല്ല ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. ആൻഡ് സെൽ ബയാസ് തന്നെയാണ് നമുക്ക് യൂറോ യൂഎസ്ഡിലും കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഓൺ യൂറോ യൂഎസ്ഡി ആൻഡ് ഗോൾഡ്. ഈ ഒരു അപ്ഡേറ്റ്സിന്റെ അടുത്ത ഒരു പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.